നമസ്കാരം, യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെഞ്ചങ്കോടിൽ നിന്നും മൈസൂരിലേക്കാണ് പോകുന്നത് കേട്ടോ. 25 കിലോമീറ്ററാണ് നെഞ്ചങ്കോടിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരദൈർഘ്യം. KSRTCയിലെ കണ്ടക്ടറിൻ്റെ തൊട്ടെടുത്തിട്ടു. അപ്പോൾ മൂപ്പര് വീഡിയോ ക്യാമറ എടുത്തപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. അങ്ങനെ മൂപ്പര് വീഡിയോയിൽ വന്നാണ്. പിന്നെ അപ്പോൾ ബസ്സിൽ കുറഞ്ഞ ആളുകളുള്ളൂ, തിരക്കൊന്നുമില്ല, ലോക്കൽ ബസ്സാണ്. ഈ ഒരു ബസ് നമ്മൾ നേരെ ഗുണ്ടൽപേട്ടയിൽ നിന്നാണ് ഈ ബസ് വരുന്നത് കേട്ടോ. ഗുണ്ടൽപേട്ട ടു മൈസൂർ വരെയുള്ള ഒരു ബസ്സാണ്. ബസ്സിലെടുത്ത് യാത്ര ചെയ്യുന്നത്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. കാരണം മൈസൂർ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്. ഒരു മഴ കാര്യമൊന്നുമില്ല. ഇടമഴയുണ്ട്. ഇടമഴ ഉള്ളൂ. അതായത് നമ്മൾ കേരളത്തിലെ മാതിരിയുള്ള ആ ശക്തമായ മഴയൊന്നുമില്ല. അങ്ങനെ നമ്മൾ പിന്നെ ഏകദേശം നമ്മൾ ഒരു മൈസൂർ എത്താറായിട്ടുണ്ട്. മനോഹരമായൊരു കാഴ്ച കാണുന്നത്, അതായത് ഒരു എയർപോർട്ടാണ്. നമ്മൾ ഈ മെയിൻ റോഡോട് ചേർന്നാണ് ഈ എയർപോർട്ട്. നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് എല്ലാം കറക്റ്റായിട്ട് ബുക്ക് ചെയ്യുന്നത്. അതാണ് മൈസൂർ ടൗൺ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മാർക്കറ്റാണ്. ശനിയാഴ്ചയാണ് മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ തുറന്ന് വീട് നമുക്ക് ചെയ്യാം. നമ്മൾ കേരള ബസ്സൊക്കെ പോകുന്നുണ്ട്. കേരള ബസ് പോകണം. ഈ ഒരു ഭാഗത്ത് എല്ലാ ഭാഗത്തും അപ്പോൾ ഇത് മാർക്കറ്റാണ്, ശനിയാഴ്ച മാർക്കറ്റാണ്. ഭയങ്കര തിരക്കാണ്. തിരക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സെൻറ്റർ ആണ്, ഗ്രാമപ്രദേശമായ ഒരു സ്ഥലമാണ്. പിന്നെ ഇതൊരു ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഇവിടെ റൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് റൈറ്റ് അധികമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിലെ മാതിരി കേരളത്തിലേക്കാട്ടിലും കുറച്ചും കൂടെ റൈറ്റ് കൂടുതലാണ് ഇവിടുത്തെ എല്ലാ സാധനത്തിനും. എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും റേറ്റ് കൂടുതലാണ് എന്നുള്ള ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കേട്ടോ. എൻ്റേതായ അനുഭവം ഞാൻ പറഞ്ഞതാണ്. തകൃതിയായ കച്ചവടമാണ്, ശനിയാഴ്ച കച്ചവടമാണ്. പിന്നെ എന്താ ഷർട്ട്, മുണ്ട് എല്ലാം ആയിട്ടുണ്ട്. എല്ലാം ചെയ്യാനായിട്ട് കുറച്ച് കൂടുതലാണ്. കണക്കിലെടുക്കാതെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് വാങ്ങുന്നവരുണ്ട്. ഇത് മറ്റേ നമ്മളെ കടലയാണ്, 2 മണി കടലയാണ്. ഇവർ കടല പുഴുങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചോളമുണ്ട്. ഈ ചോളമൊക്കെ പുഴുങ്ങി വെച്ച് കൊടുക്കും. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് പുഴുങ്ങിയിട്ടാണ് ഇവർ ഈ ഒരു കടല കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കടലേൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോട്ടോ ജിലേബിയാ? നല്ല ഫ്രഷ് പച്ചക്കറി ഇവിടെ കാണുന്നുണ്ട്. കയ്പ, അതേപോലെ തന്നെ പയറ്, ഇതെന്താ സംഭവം എനിക്കറിയില്ല. ഇത് പ്ലേറ്റാണ്. പക്ഷെ പ്ലേറ്റ് സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റ് അല്ല, സ്റ്റീലിൻ്റെ കോട്ടിംഗ് ഉള്ള ഒരു പ്ലേറ്റ് ആട്ടോ.
നമ്മൾ കാണാത്ത സംഭവമാണ്. റോഡിൻ്റെ സൈഡിൽ ഫുള്ള് കച്ചവടക്കാരാണ്. നല്ല ഫ്രഷ് ഉറുമാമ്പായുണ്ട് ഇവിടെ. ഉറുമാമ്പയൊക്കെ പൊളിച്ച് വെച്ചിരിക്കുകയാണ്. ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പൊളിച്ച് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. കേരള ഓക്കെ ആയിക്കോട്ടെ. കേരള കണ്ടില്ല ഞങ്ങളൊരു അമ്മച്ചി നമ്മുടെ ഉന്തുവണ്ടിയിൽ പിന്നെ കടല അതേപോലെ തന്നെ മറ്റു ചോറൊക്കെ ഇങ്ങനെ നടന്ന് കച്ചവടത്തിനായിട്ട് ഇങ്ങനെ നടക്കുന്നത് വണ്ടിയിൽ നിന്ന് ഉന്തിങ്ങനെ പോകുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താ ചെയ്യും? ആണെങ്കിൽ വേറെ ലെവലിലേക്ക് കാണാം. പിന്നെ ഈ കുതിരവണ്ടീനെ പറയുകയാണെങ്കിൽ ഈ കുതിരവണ്ടിക്ക് ഇവർ പറയുന്ന റേറ്റ് ആട്ടോ. ഒരാൾക്ക് ഞാൻ ചോദിച്ചപ്പോൾ 200 രൂപയാണ് പറഞ്ഞത് ഇത് റൗണ്ട് അടിക്കാൻ. അതായത് കിലോമീറ്ററിന് 200 രൂപ വെച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 200 തരാൻ കഴിയില്ല, പിന്നെ അവർ കുറക്കാൻ പറഞ്ഞു. അപ്പോൾ 100 ആയി പോകുമെന്ന് പറഞ്ഞു. അത് പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് 100 രൂപ പറഞ്ഞിട്ടോ. അങ്ങനെ 100 രൂപ ഒരു കിലോമീറ്ററിനാണ് ഈ 100 രൂപ. ഒരു 4 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൈസൂർ പാലസിൻ്റെ മൊത്തത്തിൽ നമുക്ക് പിന്നെ റൗണ്ട് ചെയ്ത് അവർ 300 രൂപ ഉണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാക്കി തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് പോകുന്നുണ്ട്. പിള്ളേർ 3-4 കിലോമീറ്ററോളം ഇവർ നമ്മളെ ഈ ഒരു 300 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ഫുള്ള് കാണിച്ചിരുന്നു. അപ്പോൾ അത് വലിയ നഷ്ടമല്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്.